കോൺഗ്രസ് നേതൃത്വം നിലപാട് കടുപ്പിച്ചതോടെ കേരള സർക്കാരിനെ പുകഴ്ത്തിയ നിലപാടിൽ നിന്നും പിന്നോക്കം പോയി ശശി തരൂർ MP. എൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നേടിയ വ്യവസായ സാങ്കേതിക വിദ്യ പുരോഗതി പരാമർശിക്കാത്തത് ചിലർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് മനഃപൂർവ്വമല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത് നിലവിലെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞു നിന്ന സമീപനങ്ങളുടെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വിവരസാങ്കേതിക വിദ്യാ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയതും PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. CPMൻ്റെ ഇതുവരെയുള്ള പൊതുനയം ഇക്കാര്യത്തിൽ വ്യവസായ നിക്ഷേപ അനുകൂലമല്ലാതിരുന്നതിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് നിലവിലെ വ്യവസായ മന്ത്രി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത കണക്കുകൾ ആയിരുന്നു എൻ്റെ ലേഖനത്തിൻ്റെ പ്രധാന പ്രതിപാദ്യമെന്ന് തരൂർ പറഞ്ഞു. പണം ഞങ്ങൾ തരും. നേരത്തെ കേരളം മാറ്റത്തിൻ്റെ പാതയിലെന്നും വ്യവസായ രംഗത്ത് മികച്ച മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നും ശശി തരൂർ MP പറഞ്ഞു. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണ്. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന പേരിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹം തുറന്നു കാട്ടിയിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തിയതിനെയും തരൂർ അഭിനന്ദിച്ചു. സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു ബിസിനസ് തുടങ്ങാൻ 3 ദിവസം എടുക്കുമ്പോൾ ഇന്ത്യയിൽ ശരാശരി 114 ദിവസം എടുക്കും. കേരളത്തിൽ 236 ദിവസവും. എന്നാൽ 2 ആഴ്ച മുൻപ് 2 മിനിറ്റിനുള്ളിൽ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പ്രഖ്യാപിച്ചു. കേരളത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതും കരുതിയതുമായ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാഗതാർഹമായ മാറ്റമാണെന്നും ശശി തരൂർ വ്യക്തമാക്കി. സംരംഭങ്ങൾക്ക് ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്ന് മാത്രമല്ല, അത് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 28ാം സ്ഥാനത്ത് നിന്ന് 1ാമതെത്തിയിട്ടുണ്ട്. AI, ബ്ലോക്ക് ചെയിൻ, സാങ്കേതികവിദ്യ, മെഷീൻ ലേണിംഗ് എന്നിവയുൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസ്ഥാനം ഒരു പുതിയ വ്യവസായ നയം നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂരിൻ്റെ അഭിനന്ദനം സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. തരൂരിൻ്റെ ലേഖനം വ്യവസായ മന്ത്രി P രാജീവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. കേരളം വ്യവസായിക രംഗത്ത് നേടിയ നേട്ടങ്ങളെ വളരെ പോസിറ്റീവായി അദ്ദേഹം നോക്കിക്കാണുന്നു. LDF സർക്കാർ കൊണ്ടുവന്ന കേരളത്തിൻ്റെ പുതിയ വ്യവസായ നയത്തെയും കേരളത്തിലേക്ക് അന്താരാഷ്ട്ര അംഗീകാരം ഉൾപ്പെടെ എത്തിച്ച സംരംഭക വർഷം പദ്ധതിയെയുമെല്ലാം ഒരു വലിയ മാറ്റമായി അംഗീകരിക്കാനും അദ്ദേഹം തയ്യാറായി. കേരളത്തിൻ്റെ മുന്നേറ്റത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ഞങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യവും അദ്ദേഹം സ്വന്തം വാക്കുകളിൽ ഈ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നുവെന്ന് P രാജീവ് പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.